ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു എ സി വോൾട്ടേജ് ഒരു റെസിസ്റ്ററിലൂടെ കടന്നു പോകുമ്പോഴുള്ള കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ഇക്വേഷനും മറ്റും. അപ്പം നമ്മൾ അവിടെ പഠിച്ചത് എന്നാണ്? കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. അപ്പം അതിൻ്റെ ഫേസർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞപ്പോൾ കറണ്ടിനും വോൾട്ടേജിനും കൂടി നമുക്ക് ഒറ്റ ലൈൻ അല്ലെങ്കിൽ ഒറ്റ ഇത് മതിയായിരുന്നു. ഫേസർ ഡയഗ്രത്തിൽ ഒറ്റ ലൈൻ മതിയായിരുന്നു. അവിടെ ഫേസിന്റെ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. I0 അല്ലെ ഐയും വിയും ഒരേ ഫേസിലായിരുന്നു. നൗ സെക്കൻഡ് ഹെഡിങ്, AC വോൾട്ടേജ് ത്രൂ ആൻ ഇൻഡക്ടർ. ഇത് മൂന്നും പഠിച്ചാലേ നമുക്ക് LCR പഠിക്കാൻ പറ്റുള്ളൂ. സോ സെക്കൻഡ് ഹെഡിങ്, AC വോൾട്ടേജ് ത്രൂ ആൻ ഇൻഡക്ടർ. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? നമുക്കറിയാം, ഒരു കമ്പിച്ചുരുൾ അല്ലെങ്കിൽ ഒരു ഇൻഡക്ടർ വയർ. ഒരു ഇൻഡക്ടർ വയറിലൂടെ ഒരു AC കറണ്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു AC കറണ്ട്, ഇവിടെ AC വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്നാ മീട്ടു? V is equal to V0 sin ഒമേഗ ടി. അങ്ങനെയുള്ള ഒരു വോൾട്ടേജ് ഈ ഇൻഡക്ടറിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. There is a magnetic field is developed. അപ്പം നമുക്കറിയാം, ഒരു AC കറണ്ടാണ് വരുന്നത്. ഒന്നിടവിട്ട് അതിൻ്റെ പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും വരും. അപ്പം ഇതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഒരു വേരിയേഷൻ സംഭവിക്കും. വേരിയേഷൻ സംഭവിക്കുമ്പം അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ആൻ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്ഡ് in this inductor അങ്ങനെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി കഴിഞ്ഞാൽ that is in the opposite direction. If L is a self inductance and di by dt is the change in current with respect to time that is flowing through the inductor, then the value of induced EMF epsilon, induced EMF ന്റെ വാല്യൂ എത്രയാണെന്നറിയാവോ? L into di by dt. ഇനി നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് അറിയാം, V is equal to V0 sin ഒമേഗ ടി. ബൈ കിർച്ചോഫ്സ് ലോ, കിർച്ചോഫ്സ് ലോയിൽ നമ്മൾ പറയാണ് the total voltage is the sum of the product of the current and resistance in that circuit. ഇവിടെ ഇൻഡക്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ഇൻറ്റു കറണ്ട്. സോ L ഇൻറ്റു di by dt എന്ന് പറയുന്നത് അതിലൂടെ പോകുന്ന ടോട്ടൽ വോൾട്ടേജ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് V0 sin ഒമേഗ ടി ഈസ് ഈക്വൽ ടു L ഇൻറ്റു di by dt. അപ്പം വിയുടെ ഇക്വേഷൻ നമുക്കറിയാം, V0 sin ഒമേഗ ടി ആണ്. അതിൽ നിന്ന് പ്രൂവ് ചെയ്ത് ഐയുടെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കും. ഐ കണ്ടുപിടിക്കാൻ ഐ മാത്രം ഇവിടെ നിർത്തുവാണ്, അല്ലെങ്കിൽ ഡി ഐ മാത്രം അവിടെ നിർത്തുവാണെങ്കിൽ ഡി ഐ ഈസ് ഈക്വൽ ടു ഡി ടി മുകളിലോട്ട് പോകും, എല്ല് താഴത്തോട്ട് പോകും. V0 by L ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു ഡി ടി. ശരിയല്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്തേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മ്യൂട്ട് മാറ്റി വെച്ച് പറഞ്ഞത് ചെയ്യാം. ഡി ഐ ഈസ് ഈക്വൽ ടു
0/L into sin omega t dt. ഇത് ഡി ഐ ആണ്. അപ്പൊ ഐ കിട്ടാൻ എന്നാ ചെയ്യണം? ഈ പറയുന്ന ഇക്വേഷനെ അങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. V0/L into sin omega t into dt. നമുക്കറിയാം V0/L ഒരു കോൺസ്റ്റന്റ് ആണ്. പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ sin omega t into dt. ഇന്റഗ്രൽ ഓഫ് sin omega t dt വാല്യൂ എത്രയാണ്? ഇന്റഗ്രൽ ഓഫ് sin തീറ്റ കോസ് തീറ്റ പ്ലസ് വിത്ത് റെസ്പെക്ട് ടു സംതിങ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ V0/L into integral of sin theta is equal to minus cos theta. Integral of sin theta is equal to minus cos theta. Derivative of sin theta ആണ് d by d theta of sin theta ആണ് cos theta. Derivative of sin theta is equal to cos theta. Integral of sin theta is equal to minus cos theta. So minus cos omega t divided by omega. ഇത്രയും മനസ്സിലായോ? നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ട്. സൈൻ 90 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ അല്ലേ? ഇവിടെ നമുക്ക് മൈനസ് വേണം. അപ്പൊ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്നാ ചെയ്യും? മൈനസ് ഓഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ മൈനസ് തീറ്റ. അപ്പം തീറ്റ ആദ്യം വരും. സൈൻ തീറ്റ മൈനസ് 90 ഈസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ. ഈ കോസ് ഒമേഗാറ്റിക്ക് അല്ലെ മൈനസ് കോസ് ഒമേഗാറ്റിക്ക് പകരം നമ്മൾ എന്നാ ചെയ്യണം? സൈൻ ഒമേഗാറ്റി മൈനസ് 90 അല്ലെ π/2 എന്ന് കൊടുക്കണം. Then that is equation become that is equal to V0/L into പറഞ്ഞേ സൈൻ ഒമേഗ ടി മൈനസ് π/2. ഇതല്ലേ നമ്മുടെ ഐയുടെ ഇക്വേഷൻ നോക്കി. അപ്പൊ നമുക്കറിയാം ഐയുടെ ഇക്വേഷന്റെ ജനറൽ ഫോർമുല I is equal to I0 സൈൻ ഒമേഗ ടി എന്നായിരുന്നു. അപ്പം I0ക്ക് പകരം ഇവിടെ എന്നാ കിട്ടിയിരിക്കുന്നത്? I0 is equal to V0 divided by L. ആൻഡ് ഐയുടെ ഇക്വേഷൻ എങ്ങനെയായി മാറി? I is equal to I0 into sin omega t minus π/2. So that is equal to implies that I is equal to I0 sin omega t minus π/2. ഇവിടെ കൊണ്ട് തീർന്നു നമ്മുടെ ഡെറിവേഷൻ. ആക്ച്വലി നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മതി. V equal to V0 sin omega t എന്ന് പറയണമായിരുന്നു നമ്മളുടെ വിയുടെ ഇക്വേഷൻ. ദിസ് വൺ. അതിനെ വി ഐയും തമ്മിൽ എന്ത് ഫേസ് ഷിഫ്റ്റ് ഒക്കെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇൻഡക്ടറിന് L into di/dt ആയിരുന്നു. അപ്പൊ V0 sin omega t is equal to L into di/dt കൊടുത്തു. ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് I കിട്ടി. I is equal to I0 sin omega t minus π/2. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്നാണ്? ഒരു ഇൻഡക്ടറിലൂടെ കറണ്ട് അല്ലെ വോൾട്ടേജ് കടത്തി വിട്ട് കഴിഞ്ഞാൽ കറണ്ടിന് π/2 ഫേസ് പുറകിലായിരിക്കും. മൈനസ് ഇതിന് ഒമേഗ ടി ആയിരുന്നു. ഒമേഗ ടിനേക്കാൾ π/2 കുറപ്പില്ല. സോ കറണ്ട് ഈസ് ലാഗ് ബിഹൈൻഡ്. എഴുതാൻ പഠിക്കണം. ബിഹൈൻഡ് ടു ദ വോൾട്ടേജ് by π/2 phase difference. അല്ലെ നമുക്കിവിടെ പറയാം വോൾട്ടേജ് ലീഡ് ചെയ്യും. അങ്ങനെ ഞാൻ പറയത്തില്ല, തിരിച്ചു പറയാം. π/2 കറണ്ട് ലാഗ് ചെയ്യുവാണെങ്കിൽ അനദർ കേസ് വി ക്യാൻ സേ ദാറ്റ് വോൾട്ടേജ് ലീഡ് ബൈ π/2. ഇത്രയും കാര്യം മനസ്സിലായോ? മനസ്സിലായോ? കൃത്യമായിട്ട് പറയണം.
ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. ഏതിൻ്റെ കേസിൽ? ഇൻഡക്ടറിൻ്റെ കേസിൽ അവിടുത്തെ I0യുടെ വാല്യൂ എത്രയാണ്? I0 ഈസ് ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ L ആണ്. ഇനി നമുക്ക് ഒന്നുകൂടെ അറിയാനുള്ളൂ ഇതിൻ്റെ ഫേസർ ഡയഗ്രാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. Let's consider the phasor diagram. This is the y-axis and this is the x-axis. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ കറണ്ട് ഒമേഗ ടി ആംഗിളിൽ ഇവിടുന്ന് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു ആംഗിളാണ് ഒമേഗ ടി. അപ്പോൾ ഇത് വോൾട്ടേജ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് V0 ആയിരിക്കും. V0നെ ഇങ്ങോട്ട് മുട്ടിക്കുന്ന പോയിന്റ് V. V എത്രയായി? V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ഇങ്ങനെ വരയ്ക്കുന്നതിനായിരുന്നു എന്നാന്ന് പറഞ്ഞത്? ഫേസർ ഡയഗ്രാം. ഇറ്റ് ഈസ് ആക്ച്വലി ദ വെക്ടർ വിച്ച് റൊട്ടേറ്റിംഗ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി കറണ്ട് എത്രയിലാന്നാ പറയാൻ പോണത് നമ്മൾ? കറണ്ട് ഇതിനേക്കാൾ 90 ഡിഗ്രി പുറകിലേ വരുള്ളൂ. ഈ വരയുമായിട്ട് 90 ഡിഗ്രി ഉള്ള ഒരു ലൈൻ വരയ്ക്കണം. ഇതേന്ന് 90 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരയ്ക്കണം. ശരിയല്ലേ? അപ്പൊ അതിനിടയ്ക്കുള്ള ആംഗിൾ എത്രയായി? ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയി. അപ്പൊ എത്രയായി? ഒമേഗ ടി അവിടത്തെ വാല്യൂ മൈനസ് പൈ ബൈ ടു. അവിടെ ആയിരിക്കും ഏതിന്റെ വാല്യൂ? I0യുടെ വാല്യൂ. അത് ഇങ്ങോട്ട് മുട്ടിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? I കിട്ടുന്നത്. കാര്യം പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ എന്താണ് ചെയ്യുന്നത്? കറണ്ട് ലാഗ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ പൈ ബൈ ടു ആംഗിൾ ഓർ 90 ഡിഗ്രിയിൽ കറണ്ട് വോൾട്ടേജിനേക്കാൾ പുറകിലായിരിക്കും. ക്ലിയർ? സോ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഒരു AC വോൾട്ടേജിന്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. അത് നമ്മൾ പഠിക്കണം. V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ഇവിടെ ഒരു ഇൻഡക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ there is a magnetic field is developed and due to that magnetic field an induced EMF developed and induced EMF ന്റെ വാല്യൂ L into di by dt. ബൈ കിർച്ചോഫ്സ് ലോ നമുക്കറിയാം. കിർച്ചോഫ്സിന്റെ സെക്കൻഡ് ലോ പറയുന്ന അനുസരിച്ച് the product of the inductance or resistance and current is equal to the EMF in that circuit. So V0 sin omega t is equal to L into di by dt. എനിക്ക് I ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡി ഐനെ അവിടെ നിർത്തി V0 by L into dt. I കാണാൻ വേണ്ടി ഡി ഐ കളയാൻ, ഡെറിവേറ്റീവ് കളയാൻ വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്ത് V0 by L into sin omega t dt. That is equal to V0 by L കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു sin omega t dt. സൈൻ തീറ്റ ആണെങ്കിൽ കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ വരും. ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ വാല്യൂവിന്റെ ഡിവൈഡ് ബൈ ആണ് ഇന്റഗ്രേഷന്. സോ ഇന്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി ഇസ് ഈക്വൽ ടു മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. ഇനി മൈനസ് കോസ് തീറ്റ ആണ് നമുക്ക് V0 സൈൻ ഒമേഗ ടി I0 സൈൻ ഒമേഗ ടി സൈൻ്റെ ടേമിലോട്ട് കൊണ്ടുവരണം. മൈനസ് കോസ് തീറ്റ എഴുതിയപ്പോൾ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്നാണ്. അപ്പം ജനറൽ ഇക്വേഷൻ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി എന്നുള്ള ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ I0ക്ക് പകരം കിടക്കുന്നത് V0 ബൈ എല്ലും ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ആണ്. അപ്പോൾ ഫേസർ ഡയഗ്രാം വരച്ച് കഴിയുമ്പോൾ ഒമേഗ ടിയിൽ V0 ഇരുന്ന് V കിട്ടുവാണെങ്കിൽ അതിൽ നിന്ന് പൈ ബൈ ടു പുറകിലായിരിക്കും ആര്? കറണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് കറണ്ട് ഈസ് ലാഗ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ പൈ ബൈ ടു ഫേസ് ഡിഫറൻസ് ഓർ വോൾട്ടേജ് ലീഡ് ബൈ പൈ ബൈ ടു ദാൻ കറണ്ട്. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ ഒമേഗയും കൂടി ഇല്ലായിരുന്നോ? ഈ ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് കോസ് ഒമേഗ ടിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ ഒമേഗയും ഉണ്ട്. ഇവിടെയും കൂടെ ആയി ഒമേഗ വരും. എൽ ഒമേഗ എന്നാ പറഞ്ഞ ഡിനോമിനേറ്ററിൽ വരുന്നത്. സോ V0 ബൈ എൽ ഒമേഗ. അപ്പം കറണ്ട് ഈസ് ഈക്വൽ ടു V ബൈ ആർ എന്ന് എടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇംപിഡൻസ് എന്ന് വിളിക്കും. ഇംപിഡൻസ്, നെറ്റ് റെസിസ്റ്റൻസ് ഇൻ ദ ഇൻഡക്ടർ. ഇംപിഡൻസിനെ XL എന്ന് എഴുതും. ഇൻഡക്ടർ ആയതുകൊണ്ടാണ് L എഴുതിയത്. അത് എത്രയാണ്? L ഒമേഗ. 1/R സ്ഥാനത്ത് കിടക്കുന്ന L ഒമേഗ ആയതുകൊണ്ട് XL ഈസ് ഈക്വൽ ടു L ഒമേഗ എന്ന് എഴുതും. ഇതും കൂടെ പഠിക്കണം. ഇവിടെ നമ്മൾ എഴുതി വന്നപ്പോൾ ഈ ഡിവൈഡഡ് ബൈ ഒമേഗ എന്നുള്ളത് ഈ സ്റ്റെപ്പിൽ എഴുതിയില്ല, ഇപ്പോഴാണ് എഴുതിയത്.
അത് മനസ്സിലായില്ലേ? നിങ്ങൾ അതോടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇന്റഗ്രേഷൻ ചെയ്തപ്പം ഡിവൈഡ് ബൈ ഒമേഗ എന്നുള്ളത് ഇവിടെ നിങ്ങൾ വന്നപ്പോൾ എഴുതാൻ വിട്ടുപോയതാണ്. സോ V0 ബൈ എൽ ഒമേഗ ഉണ്ട്. ഇപ്പം ഓംസ് ലോ വെച്ച് V ബൈ ആർ ഈസിക്കൽ ടു ഐ എന്ന് എടുത്താൽ ആറിന് പകരം കിട്ടുന്ന തന്നെയാണ് എൽ ഒമേഗ. ഈ സർക്യൂട്ടിൽ അതിനെ റെസിസ്റ്റൻസ് എന്നല്ല വിളിക്കുന്നത്, റെസിസ്റ്റർ അല്ല ഇരിക്കുന്നത്, പകരം നമ്മൾ റിയാക്റ്റൻസ് ഓഫ് ദ ഇൻഡക്ടർ എന്ന് വിളിക്കും. ഇൻഡക്റ്റൻസ് ഓർ റിയാക്റ്റൻസ് ഓഫ് ദ ഇൻഡക്ടർ. റിയാക്റ്റൻസ് ഓഫ് ദ ഇൻഡക്ടർ ദാറ്റ് ഈസ് XL. എക്സിന്റെ ചോട്ടില് നമ്മൾ കൈ എഴുതുന്ന പോലെ, ഹൈ സസെപ്റ്റബിലിറ്റി എഴുതുന്ന പോലെ എക്സ് എഴുതിയിട്ട് എക്സിന്റെ ചോട്ടിൽ എൽ ഇടുക. XL ഈസ് ഈക്വൽ ടു എൽ ഒമേഗ. ഇപ്പം ഇൻഡക്ടറിന്റെ കേസിൽ കറണ്ട് ലാഗ് ചെയ്യുന്നു പറഞ്ഞല്ലേ. ഇൻഡക്ടറിന്റെ കേസിൽ കറണ്ട് ലാഗ് ചെയ്യുന്നു. റെസിസ്റ്ററിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? കറണ്ടും വോൾട്ടേജും സെയിം ഫേസിൽ തന്നെയായിരുന്നു. ഒന്നും തമ്മിൽ യാതൊരു ഫേസ് വ്യത്യാസവും ഇല്ലായിരുന്നു. പക്ഷെ ഇൻഡക്ടർ ആയപ്പോൾ കറണ്ട് ലാഗ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ വരച്ച പോലെ നമ്മുടെ ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കും. റെസിസ്റ്ററിന്റെ കേസിൽ നമുക്ക് അങ്ങനെ വരയ്ക്കാമായിരുന്നു. റെസിസ്റ്ററിന്റെ കേസിൽ എക്സ് ആക്സും വൈ ആക്സും വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ലൈൻ മതിയായിരുന്നു വരയ്ക്കാൻ, വിയും ഐയും വരയ്ക്കാൻ. ഇങ്ങനെ ഒരെണ്ണം വരച്ചു കഴിഞ്ഞാൽ അത് ഒരേ സമയം ഏതായിരിക്കും? ഇത് I0 ആയിരിക്കും, V0 ആയിരിക്കും, ഇത് ഒമേഗ ടി ആയിരുന്നു. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് I ഈക്വൽ ടു I0 ഒമേഗ സൈൻ ഒമേഗ ടി ആൻഡ് V ഇസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി ആയിരുന്നു. ഇനി അതിൻ്റെ AC വോൾട്ടേജ് അല്ലെ കറണ്ടിന്റെ രൂപത്തിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു തുല്യ അകലത്തിൽ വോൾട്ടേജ് വരുന്നത് വരച്ചാൽ ഇത് രണ്ടും തമ്മിൽ ഒരു ഫേസ് വ്യത്യാസവും ഇല്ല. ഇത് 0, ഇത് 90, 218, ഇത് 180, ഇത് 270, ഇത് 360. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതേ ഫേസിൽ തന്നെയായിരുന്നു ആരും പോകുന്നത്? കറണ്ടും പോകും. ഇപ്പൊ ബ്ലാക്ക് വോൾട്ടേജ് ആണ്, കറണ്ടും അതേ പാത്തിലൂടെ ആയിരിക്കും. ഇതിന് മാക്സിമം എവിടെ വന്നോ അവിടെ അതിനും മാക്സിമം. ഇത് 0 വരുമ്പോൾ ഇത് 0. ഇവിടെ ഞാൻ ഇറക്കിയും കയറ്റിയും വരച്ചത്, പക്ഷെ മാക്സിമം പോയിന്റ് ഒന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ വരും. അതായത് എവിടെയാണോ ഈ മാക്സിമം നമുക്ക് കിട്ടുന്നത് അവിടെ രണ്ടിൻ്റെയും മാക്സിമം ആയിരിക്കും. 0 ആകുമ്പോൾ രണ്ടും 0 ആയിരിക്കും, ഇവിടെ രണ്ടും മാക്സിമം ആയിരിക്കും, ഇവിടെ രണ്ടും മാക്സിമം ആയിരിക്കും, ഇവിടെ രണ്ടും മിനിമം ആയിരിക്കും. ഇങ്ങനെ വേണം AC വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും പടം വരയ്ക്കാൻ ചോദിച്ചാൽ. അത് ഒരെണ്ണത്തിന് നമ്മൾ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി എന്നും, ബ്ലാക്ക് കൊണ്ട് വരച്ചത് വോൾട്ടേജ് ആയിരുന്നു, അതിനെ V ഇസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി എന്ന് എഴുതി. ഇനി നമ്മൾ ഇവിടെ ഇപ്പൊ ഞാൻ വരച്ചത് നന്നായിരുന്നു ഇതിന്റെ ഫേസർ ഡയഗ്രാം. ഇവിടുന്ന് നമ്മൾ ഒമേഗ ടിയില് നമ്മളുടെ വോൾട്ടേജ് ഇരിക്കുകയാണ്. സോ ഇതാണ് ഒമേഗ ടി, ഇത് V0. ഈ ലൈൻ യോജിപ്പിക്കുന്നതാണ് V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. കറണ്ട് എന്ന് പറയുന്നത് I0 സൈൻ ഒമേഗ ടി മൈനസ് π/2 ആയിരുന്നു. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഒമേഗ ടി മൈനസ് π/2 90 ഇങ്ങ് മാറ്റിയിട്ട് 90 വരുന്ന ലൈൻ ഇങ്ങനെ വരച്ചാൽ ഇത്രയേ ഉള്ളൂ 90. അപ്പൊ എന്നാ പറ്റും? ഈ ഒരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ I0. ഇത് ഇങ്ങോട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ പോയിന്റ് ആണ് I ഇസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് π/2. ഇനി ഇതിന്റെ AC വരയ്ക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി. ഇതിന്റെ AC-യുടെ പടം വരച്ചാൽ അതെങ്ങനെയായിരിക്കും? ഇതിന്റെ AC വരച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരച്ച പോലെ അത്ര എളുപ്പമല്ല. ഇതിപ്പോ 0 മാക്സിമം മിനിമം മൈനസ് മാക്സിമം
മിനിമം പ്ലസ് മാക്സിമം ഇങ്ങനെ ഈക്വൽ ഇന്റർവെൽ വരച്ചു. ഈ ഹൈറ്റ് ഇവിടെ ഉള്ള ഒരേ ഹൈറ്റ് തന്നെ ഇവിടെ മാക്സിമം കൊടുത്തു, ഇവിടെ മാക്സിമം കൊടുത്തു. ഏതാണ് ലീഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്? ഇവിടെ ലീഡ് ചെയ്യുന്നത് ഏതാണ്? നീട്ടു. കറണ്ട് ആണോ വോൾട്ടേജ് ആണോ ലീഡ് ചെയ്യുന്നത്? വോൾട്ടേജ് ലീഡ് ചെയ്യും, അല്ലെ കറണ്ട് ലാഗ് ചെയ്യും അല്ലേ? വോൾട്ടേജ് π/2 ലീഡ് ചെയ്യും. അല്ലെങ്കിൽ അതിനെ തന്നെ എങ്ങനെ പറയാം? കറണ്ട് തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കും. π/2 ലാഗ് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം കറണ്ടിന്റെ വരയ്ക്കുവാണ്, അല്ല വോൾട്ടേജിന്റെ വരയ്ക്കാം. വോൾട്ടേജ് ലീഡ് ചെയ്യുവാണെങ്കിൽ 0യിൽ മാക്സിമം കിട്ടും. സീറോയിൽ മാക്സിമം വന്ന് ഇവിടെ വന്ന് 0 ആയി, ഇവിടെ മൈനസ് മാക്സിമം വന്ന് ഇവിടെ വന്ന് 0 ആയി, ഇവിടെ പ്ലസ് മാക്സിമം വന്ന് ഇവിടെ വന്ന് 0 ആയി, ഇവിടെ മൈനസ് മാക്സിമം വന്നു. ഇത് ഏതിൻ്റെയാണ് ഞാൻ ഈ വരച്ചത്? V = V0 sin ωt. ഇനി വരയ്ക്കാൻ പോകുന്ന ഏതാണ്? കറണ്ടിന്റെ. അപ്പൊ നോക്കി, π/2 കുറയുക. വോൾട്ടേജ് ഇപ്പൊ +1 ആണിത്, ഇത് -1. അപ്പം sin 90 ആണ് +1. അപ്പൊ കറണ്ട് വോൾട്ടേജ് 90 ആയപ്പം 1 ആയെങ്കിൽ കറണ്ട് 90യില് 0 ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നാണ് തുടങ്ങണത്? അങ്ങനെ വരയ്ക്കാം. ഇവിടുന്ന് തുടങ്ങിയാൽ മതി. 0യിൽ തുടങ്ങണം. 0യിൽ തുടങ്ങി ഇവിടെ വരുമ്പം മാക്സിമമായി, ഇവിടെ വരുമ്പം മിനിമമായി, ഇവിടെ വരുമ്പം മാക്സിമമായി, ഇവിടെ വരുമ്പം മിനിമമായി, ഇവിടെ വരുമ്പം മാക്സിമമായി, ഇവിടെ വരുമ്പം മിനിമമായി. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ വരച്ചത് I ആണ്. I = I0 sin ωt -π/2. 90 ഡിഗ്രി കുറച്ച് പുറകിലോടെ പടം വരച്ചു വരിക. അല്ലെ ഇതിനെ ആദ്യം 0 വരയ്ക്കുവാണെങ്കിൽ ഇതിനെ മൈനസ് തുടങ്ങുക. എങ്ങനെ വേണേലും വരയ്ക്കാം, പടത്തിലൊന്നും തെറ്റു വരികയില്ല. പക്ഷെ കറണ്ടിന്റെ ഡയഗ്രാം I എപ്പോഴും π/2 ആംഗിൾ ഡിഫറൻസിൽ ലാഗ് ചെയ്തിരിക്കണം, അല്ലെ വോൾട്ടേജ് കൂടുതലാണ്. സോ ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഡക്ടർ, voltage is lead by π/2 or current is lag behind to the voltage by π/2. അപ്പൊ ഇതിങ്ങനെ ചുമ്മാ ചോദിക്കും, ഡ്രോ ദ ഫേസർ ഡയഗ്രാം. അപ്പൊ മൊത്തം അറിയാമെങ്കിൽ ഈ സാധനം വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിന്റെ AC വോൾട്ടേജിന്റെ ഡയറക്ഷൻ കറണ്ട് വരയ്ക്കാൻ ചോദിക്കും. അപ്പൊ റെസിസ്റ്ററിന്റെ കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചതാണ് ഇത് രണ്ടും. അപ്പൊ ഇതുപോലെ കൃത്യം താഴെ റെസിസ്റ്ററിന്റെ വരച്ചെടുക്കുക, ഇതുപോലെ കൃത്യം താഴെ ഇൻഡക്ടറിന്റെ വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പൊ തന്നെ കപ്പാസിറ്റർ പഠിക്കാം. പെട്ടെന്ന് ഇത് വരച്ചെടുത്തേ. സോ ഇപ്പൊ നമ്മൾ റെസിസ്റ്ററിന്റെ കേസും ഇൻഡക്ടറിന്റെ കേസും കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദ കേസ് ഓഫ് കപ്പാസിറ്റർ. സോ AC സർക്യൂട്ട് or AC voltage through a capacitor. ഹെഡിങ് എഴുതിക്കോ, AC voltage നമ്മൾ ഇപ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പമാണ്. ആദ്യം V എടുക്കുക, VA എന്ന് എഴുതി IAയിലോട്ട് വരിക. വിയും ഐയും തമ്മിൽ എന്നാ വ്യത്യാസം എന്ന് നോക്കുക. ഇതാണ് നമ്മുടെ ഫിഗർ. വേറെ വ്യത്യാസമൊന്നുമില്ല. ഒരു AC കറണ്ട് ഒരു കപ്പാസിറ്ററിലോട്ട് കൊടുക്കും. വിയുടെ ഇക്വേഷൻ ആണ് V = V0 sin ωt. ഇനി കപ്പാസിറ്ററിന്റെ കേസിൽ നമുക്കറിയാം, ചാർജ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ Q = C × V or V = Q/C. ശരിയല്ലേ? Q = CV
or V equal to Q by C. അപ്പോൾ ഇവിടെ നമുക്ക് വിയുടെ ഇക്വേഷൻ കിടപ്പുണ്ട്, അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore Q by C is equal to V0 sin omega t. ക്യൂവിനെ അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ സീനെ അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ Q is equal to V0 into C into sin omega t. എന്തെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ പറയണേ. ഇനി നമുക്ക് ഐ ആണ് കറണ്ട് കണ്ടുപിടിക്കേണ്ട. ഐയുടെ ഇക്വേഷൻ Q തന്നാൽ dQ by dt ആണ്, ഫ്ലോ ഓഫ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ dQ by dt കണ്ടാൽ മതി. അതിന് നമ്മൾ ഇതിൻ്റെ തന്നെ ഡെറിവേറ്റീവ് d by dt ഓഫ് V0 ഇൻറ്റു C ഇൻറ്റു സൈൻ ഒമേഗ ടി ചെയ്താൽ മതി. ഇനി ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഒമേഗ ടി എത്രയാണ്? ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. ഒമേഗ ഇനി സംതിങ് ഇൻറ്റു തീറ്റ ആണെങ്കിൽ അത് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനാണ്. ഇൻ്റഗ്രേഷൻ്റെ കേസിൽ ഡിവിഷൻ വന്ന പോലെ. അപ്പോൾ V0 ഇൻറ്റു സി ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി ഇങ്ങനെ വരും. അപ്പം നമുക്കറിയാം I ഈക്വൽ ടു I0, ഇവിടെ I ആണ് കിടക്കുന്നത്. I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ കോസ് ഒമേഗ ടീനെ സൈൻ തീറ്റയുടെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ സൈൻ 90 പ്ലസ് തീറ്റയാണ് കോസ് തീറ്റ. സോ V0 ഇൻറ്റു സി ഇൻറ്റു ഒമേഗ ഇൻറ്റു സൈൻ 90 പ്ലസ് തീറ്റ ഓർ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. അതെന്താണ്? കറണ്ട് എന്ന് പറയും. തീർന്ന പരിപാടി. ഇനി ഇതിനെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് I0 എന്ന് എഴുതാം. I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? V0 ഇൻറ്റു സി ഒമേഗ എന്ന് പറയുന്നതാണ് I0. അതിനൊന്ന് എടുത്തെഴുതി കഴിഞ്ഞാൽ I0 ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു സി ഒമേഗ. അപ്പം V ഈക്വൽ ടു I ഇൻറ്റു ആർ, അല്ലെങ്കിൽ I ഈക്വൽ ടു V ബൈ ആർ. അപ്പം I0 ഈക്വൽ ടു V0 സി ഒമേഗ മോളി വരണമെങ്കിൽ 1 ബൈ സി ഒമേഗ എന്ന് കൊടുക്കണം. എന്നാലേ അത് മോളി പോകുമ്പോൾ V0 ഇൻറ്റു സി ഒമേഗ എന്നാവുള്ളൂ. അപ്പം ഇവിടെ I ഈക്വൽ ടു V ബൈ ആർ ആണെങ്കിൽ ആറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മുമ്പേ നമ്മൾ പറഞ്ഞു, എന്നാ പേര് പറഞ്ഞത്? റിയാക്റ്റൻസ്. ഇവിടെ കപ്പാസിറ്റർ ആണ്. അപ്പം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 1 ബൈ സി ഒമേഗയാണ്. മുമ്പേ ചെയ്തിട്ട് എത്രയായിരുന്നു? എൽ ഒമേഗയായിരുന്നു. ഇവിടെ 1 ബൈ സി ഒമേഗയാണ് നമ്മളുടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അതുപോലെ കറണ്ട്, വോൾട്ടേജിന്റെ കേസ് എങ്ങനെയാണ്? വോൾട്ടേജ് V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. അതുകൊണ്ട് വരച്ചിട്ട് കാണത്തൂല്ലേ. V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ മീട്ടു പറഞ്ഞ്? I എന്ന് പറയുന്നത് ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആയാൽ അർത്ഥം എന്താണ്? പറ, സമയങ്ങളല്ലേ. ഐയുടെ കേസിൽ ഇക്വേഷൻ എഴുതി വന്നപ്പം ഐയുടെ കൂടെ പൈ ബൈ 2 പ്ലസ് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഇവിടെ ആരാണ് ലീഡ് ചെയ്യുന്നത്? ആരാണ് ലാഗ് ചെയ്യുന്നത്? I0 എങ്ങനെയാണോ ലാഗ് ചെയ്യണേ? V0 സൈൻ ഒമേഗ ടി ആണ്. അതിന്റെ കൂടെ പ്ലസ് അല്ലേ പൈ ബൈ 2 വന്നേ. അപ്പൊ കറണ്ട് പൈ ബൈ 2 ഫേസ് എങ്ങോട്ട് പോകും? മുമ്പോട്ട് പോകും. സോ കറണ്ട് ലീഡ് ബൈ പൈ ബൈ 2. എന്നോട്ട് ചിന്തിക്കുക, ശരിയല്ലേ? മുമ്പേ ചെയ്തപ്പോൾ മൈനസ് പൈ ബൈ 2 വന്നപ്പോഴാണ് നമ്മൾ കറണ്ട് ലാഗ് എന്ന് എഴുതിയത്. ഇവിടെ പ്ലസ് ആണ്. എത്രയാണോ ഒമേഗ ടി അതിനേക്കാൾ പൈ ബൈ 2 കൂടുതലാകും.
Okay, current lead by pi by 2 than the voltage. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ആദ്യം വിയുടെ ഫേസർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കും? ഇവിടുന്ന് വി ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് V0, ഇതപ്പോൾ വി ആവും. വി ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി എപ്പോഴാണ്? ഇത് ഒമേഗ ടി ആകുമ്പോൾ. അങ്ങനെയെങ്കിൽ കറണ്ടിന്റെ ഫേസർ ഡയഗ്രാം എങ്ങോട്ട് വരയ്ക്കണം? കറണ്ട് എങ്ങോട്ട് വരയ്ക്കണം? കറണ്ട് എത്ര കൂടുതലായിരിക്കും ഇതിനേക്കാളും? 90 ഡിഗ്രി കൂടുതലായിരിക്കും. ഇതിനേക്കാളും ഇതിനേക്കാളും. അപ്പൊ ഇവിടുന്ന് തുടങ്ങണം. ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ഇവിടുന്ന് 90 ഡിഗ്രി. ബിക്കോസ് ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. അപ്പൊ കൂടുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഇടതുവശത്തേക്കാണ് വരയ്ക്കുന്നത്. സോ ഇവിടുന്ന് 90 ഡിഗ്രി ഇങ്ങോട്ടുള്ള റേ, ഇങ്ങോട്ട് വരയ്ക്കുന്ന ലൈൻ ഇത് അതായിരിക്കും എന്ത്? നമ്മളുടെ I0. ഇത് I0 ആണെങ്കിൽ ഇവിടെ യോജിപ്പിക്കാൻ നമുക്ക് കിട്ടുന്നത് I. അപ്പൊ കിട്ടുന്ന ഐയുടെ ഇക്വേഷൻ ആയിരിക്കും I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പൈ ബൈ 2 ആംഗിള് ലീഡ് ചെയ്യും ആര്? കറണ്ട്. ഇൻ ദ കേസ് ഓഫ് എ കപ്പാസിറ്റർ. സെയിം വേ മുമ്പേ വരച്ച പോലെ തന്നെ നമുക്ക് എ സി കറണ്ട് വരയ്ക്കാം. ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണെങ്കിൽ നമുക്ക് മുമ്പേ വരച്ച പോലെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ആദ്യം 0 തൊട്ടങ്ങ് വരച്ചേക്കാം. 0 പ്ലസ് മാക്സിമം, 0 മൈനസ് മാക്സിമം, 0 പ്ലസ് മാക്സിമം, 0 മൈനസ്, 0 പ്ലസ് മാക്സിമം, 0 മൈനസ് മാക്സിമം, 0 പ്ലസ് മാക്സിമം, 0. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആരാണ് ലീഡ് ചെയ്യുന്നത്? കറണ്ട് ലീഡ് ചെയ്യണം. അപ്പം 0യിൽ വരച്ചു കഴിഞ്ഞാൽ അത് വോൾട്ടേജ് ആയിരിക്കും. വി ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ഇതിനേക്കാൾ 90 ഡിഗ്രി ലീഡ് ചെയ്യണമെന്ന് പറയുമ്പം സൈൻ 90 ആകും കറണ്ട്. സൈൻ 90 എന്ന് പറയുമ്പം 1 ആകും. അപ്പൊ കറണ്ട് എവിടെ തുടങ്ങും? 1 തുടങ്ങും. 1 തുടങ്ങി 0 ആയി, ഇവിടെ മാക്സിമം ആയി, ഇവിടെ 0 ആയി, ഇവിടെ മാക്സിമം ആയി, ഇവിടെ 0 ആയി. That is equal to I. I is equal to I0 sin omega t plus pi by 2. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ പോലെ സൈൻ 90 എടുത്തു കഴിഞ്ഞാൽ സൈൻ 90 1 ആണ്. ഇവിടെ കോസിന്റെ കേസ്, ഇവിടെ ഇതിന്റെ കേസിൽ വോൾട്ടേജിന്റെ കേസിൽ 0 എടുത്തു കഴിഞ്ഞാൽ 0യിൽ സൈൻ 0 ആണ്, 0 തുടങ്ങി, കറണ്ട് 1 തുടങ്ങി. സോ വി ക്യാൻ ഈസിലി സേ ദാറ്റ് കറണ്ട് ലീഡ് ബൈ പൈ ബൈ 2. മനസ്സിലായോ? വളരെ എളുപ്പമാണ്. ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഈ 3 എണ്ണവും ഇങ്ങനെ എസ് എ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഒഴുകി ഇങ്ങ് പഠിച്ചാൽ മതി. ഒന്നും ബൈഹാർട്ട് ചെയ്യാനില്ല. നീക്ക് മനസ്സിലായോ കാര്യം? മനസ്സിലായോ? കുഴപ്പമില്ലാതെ നന്നായിട്ട് മനസ്സിലാക്കി, ഒന്ന് എഴുതി മനസ്സിലാക്കി പടമൊക്കെ വരച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കും. നമ്മൾ ലാഗ് എന്ന് പറഞ്ഞപ്പോഴത്തേന് പുറകോട്ട് വരച്ചു. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫേസർ കറങ്ങുന്നത് അല്ലേ? അപ്പൊ കൂടുക എന്ന് പറയുമ്പോൾ ഇടത്തോട്ട് വരയ്ക്കണം, കുറയുക എന്ന് പറയുമ്പോൾ എങ്ങോട്ട് വരയ്ക്കണം? വലത്തേക്ക് കുറച്ച് വരയ്ക്കണം. ഒമേഗ ടിയിൽ നിന്നാണ് മുമ്പേ പൈ ബൈ 2 കുറഞ്ഞത്. അപ്പം നമ്മൾ എന്നാ ചെയ്തു? ഇവിടുന്ന് ഇങ്ങനെ പൈ ബൈ 2 എടുത്തു. ഇവിടെ ഏത് ഒമേഗ ടിയുടെ ലൈനിൽ നിന്ന്, ഇവിടെ ഒമേഗ ടി ലൈനിൽ നിന്ന് പൈ ബൈ 2 കൂടാൻ വേണ്ടി ഇടത്തോട്ട് ഇങ്ങനെ എടുത്തു. അപ്പം ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഇത് ഏതാണെന്ന് തീരുമാനിക്കുന്ന ഈ ഡെറിവേഷൻ എഴുതി വരണം. ഐയുടെ ഇക്വേഷൻ എവിടെ വന്നു? സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. അപ്പം ഐ എന്ത് ചെയ്യും? ലീഡ് ചെയ്യും. അപ്പം ഐ സൈൻ 90 കൊടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പം സൈൻ 90 കൊടുക്കുന്ന ഐയുടെ വാല്യൂ 1 തുടങ്ങിയാൽ വോൾട്ടേജിന്റെ വാല്യൂ 0 കൊടുക്കും. ഇതിന്റെ കൃത്യം ഓപ്പോസിറ്റ് ആണ് എന്ത്? ഇൻ ദ കേസ് ഓഫ് എ ഇൻഡക്ടർ. ഓർക്കുക, കപ്പാസിറ്റർ കറണ്ട് സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞ് ഓർത്തേച്ച് അത് വെച്ച് ഓർത്തിരിക്കുക. കപ്പാസിറ്ററിന്റെ കേസിൽ കറണ്ട് ലീഡ് ബൈ പൈ ബൈ 2 ആണ്. കപ്പാസിറ്ററിന്റെ കേസിൽ എങ്ങനെയാണ്?
current lead by pi by 2 than voltage or EMF. The AC current lead by pi by 2 phase difference than the AC voltage. Clear ആയോ? മുമ്പേ നമ്മൾ എക്സ് എല്ലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂ വഴിയായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ എഴുതുന്നത് എക്സ് ഇ എന്നാണ്. എക്സ് ഇ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസിന്റെ അവിടെ കിടക്കുന്ന 1/C ഒമേഗ. എക്സ് എൽ എത്രയായിരുന്നു? എക്സ് എൽ ഈസ് ഈക്വൽ ടു എൽ ഒമേഗ ആയിരുന്നു. എക്സ് ഇ എന്ന് പറയുന്നത് 1/C ഒമേഗ. എപ്പോഴാണ് എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആകുന്നത്? അതിനെയാണ് റെസണൻസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. വെൻ XL, that means inductive reactance is equal to capacitive reactance, that is called resonance condition. ഇതനുസരിച്ചാണ് നമ്മുടെ റേഡിയോയുടെ ട്യൂണിങ്, ടി വിയുടെ ട്യൂണിങ്. അപ്പൊ അതൊക്കെ വെച്ച് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ട് ചോദ്യം ചോദിക്കും. റേഡിയോ ട്യൂൺ ചെയ്യുന്നത് എന്തിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്? അപ്പൊ നമ്മൾ എന്നെ എഴുതണം? XL ഈക്വൽ ടു XC. അത് എവിടുന്നാണ് വരുന്നത്? ഓരോന്നിനെ സെപ്പറേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, എസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പാസിറ്ററും വരച്ച് ഡിറൈവ് ചെയ്യണം, ഇൻഡക്ടറും വരച്ച് ഡിറൈവ് ചെയ്യണം. അതിനകത്ത് നിന്ന് എക്സലിന്റെ എക്സിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമായിരിക്കും റെസൊണൻസ്. അടുത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദിയയ്ക്ക് പറഞ്ഞത് മുഴുവൻ മനസ്സിലായോ? മനസ്സിലായി സാർ.